ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പം മണി ഏതാണ്ട് 1:30 അടുക്കാറായി. അപ്പം ഞങ്ങൾ രാത്രിയിൽ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയിട്ട് അങ്ങോട്ട് പോകാൻ നേരവും പാർക്കിങ് ഇല്ലായിരുന്നു. കുറേ തപ്പി ആണ് കിട്ടിയത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയായപ്പോഴത്തേക്കും ഓൾറെഡി ഒന്ന് പാർക്ക് ചെയ്തു ഓരോരുത്തർ. അപ്പോൾ ഗൈസ്, ഞാൻ അപ്പം വേണ്ട ഒരാൾ വന്ന് സാധനങ്ങളൊക്കെ വന്ന് മറച്ചിടുവാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിക്കാൻ ഞാൻ ഇവിടെ കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് കണ്ടേ കരിയാപ്പിലയാണ്. പിന്നെ വന്നിട്ട് ലെറ്റ്യൂസാണ്, ഇങ്ങനെ ലെറ്റ്യൂസ്. പിന്നെ നീളത്തിലുള്ളതുണ്ട് വേറെ. ഇത് തൈര്. പിന്നെ വന്നിട്ട് 2 ചപ്പാത്തിയുടെ ഹാഫ് ഫുഡായിട്ടുള്ളത്. ആട്ടമാവ് നമ്മുടെ കഴിഞ്ഞ്. ഇനി നമ്മൾ ഡിയോയുടെ സ്ഥലത്തുനിന്ന് എൻ്റെ ഓഫർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനി അവിടെ നിന്ന് എടുക്കണം. ഇത് കുക്കുംബർ, തേങ്ങ. നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തേങ്ങ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ലേഡീസ് ഫിംഗർ. എൻ്റെ പേര് എങ്ങനെയാണ് എപ്പോഴാണ് ഈ ഒക്കറ എന്ന് മാറിയത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ബീൻസ്, കുറച്ച് മുസമ്പി, പിന്നെ പനീർ എടുത്തു. പിന്നെ ഇത് വന്നിട്ട് കെച്ചപ്പ് തീർന്നു വന്നിരിക്കുന്നു. നമ്മുടെ സോയാ സോസ്. അതുപോലെ തന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഇതുള്ളത് എനിക്ക് നല്ലതാണ്. അപ്പം ഇത് ഒരു ടൈം കൺസ്യൂമിങ് ഇല്ല. നമുക്ക് ഇതിലൊക്കെ വറക്കോ കാര്യങ്ങളൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഇടാം. പിന്നെ ഇത് നമ്മുടെ ഗ്രേപ്സ്, ഇത് സോൾട്ട്. പിന്നെ ഇത് നമ്മുടെ നെയ്യും വെച്ച് ഇപ്പോൾ തുറന്നതാണേ. പിന്നെ ഇത് വന്നിട്ട് ഓഫറിന് 2 ഐസ്ക്രീമാണ്. ഞങ്ങൾ 3 കോൺ വാങ്ങിക്കാൻ നോക്കിയപ്പം അത്രയും ഇച്ചിരിയും കൂടെ റേറ്റ് വരുന്നുള്ളൂ. എന്താണ്, ഇങ്ങനെ ഓഫറിന് 2 എണ്ണമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ വലിയൊരു വാട്ടർ മെലനും വാങ്ങിച്ചു. ഇതെങ്ങനെ ഇതൊക്കെ ഇനി നാളെ വല്ലതും നോക്കാം. നാളെ വല്ലതും നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇത് പൊത്തില്ല, രാത്രിയായി. ഞാനാണെങ്കിൽ ഹുമൂസ് ഉണ്ടാക്കാൻ വേണ്ടി കടലെല്ലാം വേവിച്ച് എല്ലാം വെച്ചു. പക്ഷെ ഇപ്പോൾ ഒത്തിരി ഇല്ല, രാത്രിയായി. ഇനി കുളിക്കണം. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂട്. അങ്ങനെ അപ്പം കുക്കിക്ക് മാത്രം ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. എന്നിട്ട് അപ്പം പിന്നെ ഡിജോ പറഞ്ഞ് 2-3 കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം ആ ഒരു റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ഓഫറിൻ്റെ ഈ ഒരു ബോക്സ്. അങ്ങനെ അത് വാങ്ങിച്ചു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് കഴിക്കാം. കുക്കി, നെയ്യ് നീ തുറന്നിട്ട് നീ എന്തോ എടുക്കാൻ പോവാ? തുറന്നിട്ട് അടയ്ക്കാൻ പോവാണോ? അതൊക്കെ താഴെ വീഴുന്ന. ഇത് വെച്ച് അടച്ചേ ഒന്ന്. ഹായ് പറ ബേബീസിൻ്റെ അടുത്ത്. ഹായ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കും. ചേക്കട്ടില്ലേ? കുക്കി ഐസ്ക്രീം തിന്നെന്ന് പറയുന്നത്. തിന്നു കുക്കി. കൊടുക്കത്തില്ലേ? ഓഹോ, ആഹാ. അതൊക്കെ താഴെ വീഴും. നീ ഒന്ന് അടച്ചു വെച്ചേ. ഒരാള് കോൺ ഐസ്ക്രീം ഭയങ്കര കാര്യത്തിൽ തിന്നും. അപ്പം ഞാൻ ചോദിച്ചടി എനിക്കിച്ചിരി തരുമോ? ഒരാൾ തിന്നതും മറ്റേ ആൾ തിന്നുന്നത് നല്ലതല്ല. ഇത് ഞാനാണ് അവളെ പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ ഇപ്പം വേറെ കുട്ടികളൊക്കെ ഒരാൾ കടിച്ചത് കുക്കി എടുക്കരുത്, കുക്കി കടിച്ചത് വേറെ ആൾക്ക് കൊടുക്കരുത്. പുതിയ ചോക്ലേറ്റോ പുതിയ ചിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയതായിട്ട് കൊടുക്കണം എന്നുള്ളത്. കാരണം ഹെൽത്തി ഇതായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളിപ്പം പേരൻസ് ഇപ്പം അങ്ങനെ ചിലപ്പം കടിച്ചതോ അല്ലെങ്കിൽ അവർ കടിച്ച് നമ്മൾ തിന്നുന്ന പോലെ അല്ലല്ലോ പുറത്തുനിന്ന് നമുക്കറിയാത്ത ആൾക്കാർ. അതിപ്പം കുട്ടികളാണെങ്കിലും എല്ലാവരുടെയും ബോഡിയും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരാൾക്കിപ്പം
പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ പനിയൊക്കെ ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇവർക്ക് പനി ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിലും ഒരാൾ കടിച്ചിട്ട് മറ്റേ ആൾക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഞാൻ അവളെ പഠിപ്പിച്ച് അതോടെ അവളത് പഠിച്ചു. നല്ല സാധനം വല്ലതും ഉണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ പറയും. ഒരാൾ കടിച്ചത് ഒരാൾ തിന്നത്, അല്ലെങ്കിൽ ഇപ്പം ലോളിപോപ്പ് ആണെങ്കിൽ ഒരാൾ നക്കിയത് മറ്റൊരാൾ തിന്നാൻ പാടില്ല. ഇപ്പം കോൺ ഐസ്ക്രീം ആണെങ്കിൽ ഒരാൾ തിന്നത് മറ്റൊരാൾ തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് മുമ്പിലേക്ക് ഇച്ചിരി തന്ന കേട്ടോ, എന്നിട്ട് ബാക്കി അവൾ തന്നെ ഫുൾ തിന്നത്. എടീ ഇത് തുറന്നിട്ട് നീ എന്തെടുക്കാൻ പോവാ? എന്റെ ദൈവമേ, മുസമ്പിയൊക്കെ തുറക്കുന്നേ. ശരി, അപ്പം എല്ലാരും ബായ് പറ എല്ലാവരുടെ ബേബീസിന്റെ അടുത്ത് നമ്മ പറയട്ടെ. അപ്പൊ എല്ലാവരും ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ബൈ.